CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ. സർപ്രൈസ് എൻട്രിയായി KS സലീഖ. മുൻ MLAയും കടമ്പഴിപ്പുറം സ്വദേശിയുമായ KS സലീഖ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായാണ്. പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാവസ്ഥ. ആലിപ്പറമ്പിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ തുടർച്ചയായ പ്രതിഷേധവും സമരപരിപാടികളും സംഘടിപ്പിക്കാൻ ഞായറാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചു. മാലിന്യമുക്തം നവകേരളം മലപ്പുറം ജില്ലാതല പ്രഖ്യാപനം നടത്തി. കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങ് P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ. സർപ്രൈസ് എൻട്രിയായി KS സലീഖ. മുൻ MLAയും കടമ്പഴിപ്പുറം സ്വദേശിയുമായ KS സലീഖ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായാണ്. MA ബേബിയെ CPIM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റിയിൽ 30 പേരെ ഒഴിവാക്കി 30 പേരെ പുതുതായി ഉൾപ്പെടുത്തി. കേരളത്തിലെ 14 പേരിൽ TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവരാണ് പുതുമുഖങ്ങൾ. മുൻ ശ്രീകൃഷ്ണപുരം MLAയും CPIM പാലക്കാട് നേതാവുമായ KS സലീഖ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായാണ്. മുസ്ലിം വനിത എന്ന പരിഗണനയിലാണ് സലീഖ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയത് എന്നാണ് സൂചന. PK ശ്രീമതിയെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കുമെന്നാണ് കരുതിയെങ്കിലും അതുണ്ടായില്ല. ശ്രീകൃഷ്ണപുരത്തെയും ഷൊർണൂരിനെയും പ്രതിനിധീകരിച്ച അംഗമാണ് KS സലീഖ. സേതാലിയുടെയും ഖദീജയുടെയും മകളായി പഴയ ലക്കിടിയിൽ ജനിച്ച സലീഖ കടമ്പഴിപ്പുറത്താണ് താമസം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാവസ്ഥ. ആലിപ്പറമ്പിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ തുടർച്ചയായ പ്രതിഷേധവും സമരപരിപാടികളും സംഘടിപ്പിക്കാൻ ഞായറാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആലിപ്പറമ്പ് ഹൈസ്കൂളിൽ പ്രാദേശിക ജനകീയ കൂട്ടായ്മ യോഗം ചേർന്നത്. യോഗം ആക്ഷൻ കമ്മിറ്റിക്കും രൂപം നൽകി. ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ തുടർച്ചയായ പ്രതിഷേധവും സമരപരിപാടികളും സംഘടിപ്പിക്കാൻ ഞായറാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചു. ഏപ്രിൽ 20-നുള്ളിൽ പൊതുജന പങ്കാളിത്തത്തോടെ വിപുലമായ യോഗം ചേരാനും ഈ യോഗത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ പ്രതിഷേധം എല്ലാ വാർഡ് മെമ്പർമാരെയും മറ്റ് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും രേഖാമൂലം അറിയിക്കാനും യോഗം തീരുമാനിച്ചു. പ്രാദേശിക ജനകീയ കൂട്ടായ്മ ആലിപ്പറമ്പ് എന്ന കൂട്ടായ്മയ്ക്കാണ് രൂപം നൽകിയത്. ചെയർമാനായി കണമല രാമചന്ദ്രനെയും കൺവീനറായി മുഹമ്മദ് എന്ന മാനാജിയെയും ഗജാൻജിയായി പ്രസന്നനെയും തിരഞ്ഞെടുത്തു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ഏറനാട് താലൂക്കിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും 2024-25 വർഷത്തെ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ഏറനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. ഏറനാട് താലൂക്ക് ഓഫീസ് ISO സർട്ടിഫിക്കേഷനിലെത്തി എന്നുള്ളതും, അതുപോലെ കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നതിന് വേണ്ടി വെബ്സൈറ്റ് നവീകരിച്ച് കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായി ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇതിനുവേണ്ടി അരോഹാർത്ഥം പ്രവർത്തിച്ച നമ്മുടെ തഹസിൽദാർ, ജീവനക്കാർ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കും. ഈ ജീവനക്കാർ ഈ താല്പര്യമെടുത്തത് ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടോ മേളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല, അവരുടെ താല്പര്യത്തിൽ തന്നെ എടുത്തതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഗവൺമെൻറ് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടുമല്ല ചെയ്തത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് സർവീസ് കൂടുതൽ അക്കൗണ്ടബിൾ ആവണം. ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഓഫീസ് കയറിയിറങ്ങി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി അധ്യക്ഷത വഹിച്ചു. RR ഡെപ്യൂട്ടി തഹസിൽദാർ SRG റെജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. 2024-25 വർഷത്തിൽ താലൂക്ക് തലത്തിൽ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. പയ്യനാട്, ചെമ്പ്രശ്ശേരി, തൃക്കലങ്ങോട്, കാരക്കുന്ന് എന്നീ പഞ്ചായത്തുകൾക്ക് സ്പോൺസർഷിപ്പിലൂടെ 4 ഡെസ്ക്ടോപ്പുകളും വിതരണം ചെയ്തു. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ നേടുന്ന താലൂക്ക് ഓഫീസ് കൂടിയാണ് ഏറനാട് താലൂക്ക് ഓഫീസ്. ജനകീയ പ്രവർത്തനങ്ങളിലൂടെയും സുതാര്യമായ ഭരണനിർവഹണത്തിലൂടെയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും നൽകിയ വിവിധ സേവനങ്ങളുടെ ഗുണമേന്മയ്ക്കാണ് ISO സർട്ടിഫിക്കേഷൻ. ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വിവിധ സബ് ടീമുകൾ രൂപീകരിച്ച് കൃത്യമായ ഉത്തരവാദിത്വങ്ങൾ നൽകിയാണ് ISO സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. നിബന്ധനകൾക്ക് വിധേയമായി 3 വർഷത്തേക്കാണ് ISO സർട്ടിഫിക്കേഷൻ. ഓരോ വർഷവും ഓഡിറ്റ് ഉണ്ടാകും. മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ VM സുബൈദ, മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേമ, ADM NM മെഹ്റലി, ഡെപ്യൂട്ടി കളക്ടർമാരായ JO അരുൺ, അൻവർ സാദത്ത്, തഹസിൽദാർ M മുകുന്ദൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ M അബ്ദുൽ അസീസ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. എളങ്കൂർ വില്ലേജ് ഓഫീസ്, എളങ്കൂർ, കാരക്കുന്ന് വില്ലേജ് ഓഫീസ്, CCN മലപ്പുറം. അലനല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. വിളക്കത്തല സബിനു എന്ന കുട്ടനാണ് പരിക്കേറ്റത്. നിലവിൽ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സബിനു. വിളക്കത്തല സബിനു എന്ന കുട്ടനാണ് പരിക്കേറ്റത്. വീടിന്റെ പിറകുവശത്ത് കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട് മാറി നോക്കിയതും പന്നി തന്റെ നേരെ അടുക്കുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ കാട്ടുപന്നി പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. വീടിന് പുറകില് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പുറകുന്ന് എന്തോ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. തിരിഞ്ഞേക്ക് പെട്ടെന്ന് ഒറ്റപ്പണി നേരെ എൻ്റെ അടുത്ത് നിന്ന് ഓടി വരിക. പെട്ടെന്ന് ഞാൻ ഓടിച്ച് വീടിൻ്റെ അടുത്തോട്ട് ഓടിയ. പക്ഷേ എന്തിലേറെ സ്പീഡിൽ എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അരക്കൊന്നുകൊണ്ട് ഇടിച്ചിട്ടില്ലാണ്ട് അങ്ങനെ പോയി. പെട്ടെന്ന് പന്നിയുടെ കുത്തലിൽ സബിനുവിന്റെ മുതുകിൽ ആഴത്തിലും വലിപ്പത്തിലും ഉള്ള മുറിവുണ്ട്. വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്കുകളുമുണ്ട്. നിലവിൽ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ രാവിലെ പോയിട്ട് കുളിക്കാൻ കുളിമുറിക്ക് കയറി അറിഞ്ഞിട്ടില്ല ടൈമിൽ വീട്ടിട്ട് പറയുമ്പോൾ വിളക്ക് വെക്കുക, പൂജമുറിക്ക് ഒരു വിളക്ക് വെച്ച് ഇത് തിരിഞ്ഞു കുട്ടിയാകുമ്പോൾ ഈ പന്നിയുടെ കുട്ടിയാണ് കടയിൽ കഴിയുള്ളൂ. അതിലെല്ലാരും അന്നെ വിളിച്ചു. കുഞ്ഞോനിതാ അവിടെ പന്നി കുത്തി പറയുന്നു, ഇവിടെ ഓടി വാങ്ങാം. ഞാൻ വന്നപ്പോ എന്റെ കുട്ടി ചോരയുടെ കുറിച്ച് നിൽക്കുന്നുണ്ട്. മുണ്ടൊക്കെ എടുത്ത് കെട്ടിട്ട് ആ മുണ്ടൊക്കെ ഒന്നും തോന്നില്ല, അത്രയ്ക്ക് ചോര രക്തമാണ് പറയുന്നു. അതിൽ വേഗം കൂട്ടുകാരുടെ കാറിലെടുത്ത് പോകും. കാറിൽ നമ്മൾ സുറ്റി ശ്വാസം കിട്ടായിട്ട് ഇവിടെ പോരുന്നു. നേരെ മഞ്ചേരിക്കാ പോണു നിൽക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു വക്കമ്പലത്തേക്ക് പോവാൻ, ഇവിടെ ശ്വാസം കിട്ടുന്നില്ല. നേരെ വക്കമ്പലത്ത് ഇവിടെ വന്നു. ഡോക്ടറെ സ്കാനിങ് കൊടുത്തു. അവർ പറഞ്ഞു. CCN ചത്തല്ലൂർ. കല്ലടിക്കോട് മുണ്ടൂർ ഭാഗത്തെ വടക്കുംപുറത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കൂട്ടത്തിൽ 3 ആനകളാണ് ഉണ്ടായിരുന്നത്. പ്രദേശത്ത് നിരവധി കർഷകർ വിവിധ കൃഷികൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പ്രദേശത്ത് കാട്ടാനകൾ എത്താറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. രാത്രി എത്തിയതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി. പ്രദേശത്തെ വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയും മറ്റുമാണ് കാട്ടാനയെ തുരത്തിയത്. CCN കോങ്ങാട്. മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, അഴിമതി വീര പിണറായി, അഴിമതി വീര പിണറായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. അവരുടെ 10-12 ദിവസം കഴിഞ്ഞാൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്ന ഒരു സന്ദർഭത്തിൽ
അവരെ മുട്ടിലിഴഞ്ഞുകൊണ്ട് പൊരിവെയിലത്തും ഈ ശക്തമായ മഴയിലും ആസ്ഥാനത്ത് സമരം ചെയ്യുന്ന ഗതികേട്. പക്ഷേ ഇതൊന്നും നോക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ സമയമില്ല. അദ്ദേഹത്തിന്റെ കുടുംബവും വാരിക്കൂട്ടുന്ന തിരക്കിലാണ്. പോകുന്ന പോകൽ മുൻ DCC അംഗം A. അസൈനാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KG ബാബു, CJ രമേശ്, TK ഇപ്പു എന്നിവർ പ്രസംഗിച്ചു. CCN ചത്തല്ലൂർ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പാറയിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷനായി. നേതാക്കളായ K. കബീർ, PS രാധാകൃഷ്ണൻ, K. സുരേന്ദ്രനാഥ്, KA ബഷീർ, P. സൂര്യനാരായണൻ, K. കുഞ്ഞിമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ അവകാശ നിഷേധത്തിനെതിരെ ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സംസ്ഥാന സർവീസ് പെൻഷൻകാരോട് തുടർച്ചയായി കാണിക്കുന്ന അവഗണന മൂലമാണ് ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ട്രഷറികൾക്ക് മുന്നിലും വയോധികരായ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളുള്ള ഈ പെൻഷൻകാർ ഇവിടെ ധർണയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ എല്ലാ ട്രഷറികളുടെ മുന്നിലും ഇന്ന് രാവിലെ 10 മണിക്ക് KSSPക്കാർ ധർണയിരിക്കുകയാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമായാണ് പെൻഷൻകാരുടെ സമൂഹത്തെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മാറ്റിക്കൊണ്ടുവരുന്നത്. എന്തോ അന്യായമായ സംഖ്യ പെൻഷനായി വാങ്ങിക്കുന്നു എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം നമ്മൾ അറിഞ്ഞും അറിയാതെയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 2021 ശേഷം വിരമിച്ചവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി സമരം നടത്തിയത്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് U. കുഞ്ഞായ്മു അധ്യക്ഷനായി. VD മണികണ്ഠൻ, VK വാസുദേവൻ, K. ശിവദാസൻ, A. ജ്ഞാനാംബിക, S. മായ, ഓമന ഉണ്ണി, GK ബാബുനാരായണൻ, ജോർജ് ജോസഫ്, C. മാധവിക്കുട്ടി, PT തങ്കവേലു, PK അബ്ദു, V. ഉണ്ണികൃഷ്ണൻ, K. ശ്രീകുമാർ, ഉണ്ണി കരിമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. കൊല്ലുന്ന ലഹരി നമുക്ക് വേണ്ട, ലഹരിക്കെതിരെ മണ്ണാർക്കാട് ഏപ്രിൽ 12-ന് കുടുംബമതിൽ തീർത്ത് പ്രതിരോധിക്കാനൊരുങ്ങി നഗരസഭയും മൂവും. മണ്ണാർക്കാട് നഗരസഭയും അതുപോലെ തന്നെ നമുക്കറിയാം നിരോധിത ലഹരിക്കെതിരെ രൂപം കൊണ്ട മൂവെന്ന സംഘടനയും അതുപോലെ മണ്ണാർക്കാട് വ്യാപാരി വ്യവസായികൾ മറ്റുള്ള സംഘടനകളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ ഒരു മനുഷ്യമതിൽ, കുടുംബമതിൽ, അത് സ്നേഹത്തിൻ്റെ ഒരു കുടുംബമതിൽ തീർക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം, സ്വസ്ഥമായ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ലഹരി മാഫിയയുടെ കടന്നുകയറ്റം നമ്മുടെ യുവതയെയും വിദ്യാർത്ഥികളെയും ഒക്കെ വലിയ രീതിയിൽ അപകടത്തിലേക്ക് നയിക്കുകയാണ്. ഈ തിരിച്ചറിവിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ കമ്മാപ്പയുടെ നേതൃത്വത്തിൽ മൂവ് എന്നൊരു സംഘടന രൂപം കൊണ്ടത്. സമൂഹത്തിലെ വിപത്തായി മാറിയ രാസലഹരി എന്ന മഹാമാരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി മണ്ണാർക്കാട് നഗരസഭയും മൂവ് ജനകീയ കൂട്ടായ്മയും സംയുക്തമായാണ് കുടുംബമതിൽ തീർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും വ്യാപാരി വ്യവസായി സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകളുടെയും സഹകരണത്തോടെ ഏപ്രിൽ 12-ന് വൈകിട്ട് 5 മുതൽ 6 മണി വരെ മണ്ണാർക്കാട് പട്ടണത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയാണ് മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീറും മൂവ് ചെയർമാൻ ഡോക്ടർ KA കമ്മാപ്പയും അറിയിച്ചു. ഞങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ മതിലിന്റെ എന്താണ് ഞങ്ങൾ ഈ മതിൽ എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്ന്, നമ്മുടെ
അപ്പോൾ ഇതിന്റെ ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് അനുഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ നമ്മൾ സുശക്തമായിട്ടുള്ള ഒരു സംരക്ഷണ മതിൽ തീർത്തുകൊണ്ട് ലഹരിയുടെ കടന്നുകയറ്റം നമ്മൾ ചെറുത്തു നിൽക്കും. നമ്മളകത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് കയറി വരാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതിന്റെ ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ് ഈ കുടുംബ മതിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ചെയർമാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പലരും ഈ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മടിയായിരുന്നു, പേടിയായിരുന്നു. അപ്പോൾ ആ പേടി ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനം തുടങ്ങിയ പിന്നെ അത് മാറിയിട്ടുണ്ടെന്നുള്ളത് ശുഭോദർക്കമാണ്. അതോടൊപ്പം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ലഹരിയുടെ ഈ മരണത്തിന്റെ വ്യാപാരികൾക്ക് മണ്ണാർക്കാടിന്റെ മണ്ണിൽ നമ്മൾ അവരെ ഇവിടെ അനുവദിക്കില്ല. നമ്മളെല്ലാവരും അതിനെ ചെറുക്കാൻ നമ്മൾ ഒരാളല്ല, മണ്ണാർക്കാട് മുഴുവനും ഉണ്ട് എന്നുള്ള വളരെ ശക്തമായിട്ടൊരു സന്ദേശം നൽകുകയാണ് ഈ മതിലിന്റെ ഉദ്ദേശം. ഏതു നിമിഷവും സ്വന്തം വീടിന്റെ പടികടന്നെത്തുന്ന രാസലഹരിക്കെതിരെ കുടുംബാംഗങ്ങളുടെ പ്രതിരോധം അതിപ്രധാനമാണ് എന്നതിനാൽ കുടുംബമതിലിൽ എല്ലാവരും അണിനിരക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മണ്ണാർക്കാട് നഗരസഭയും അതുപോലെ വ്യാപാര സംഘടനകളും ട്രേഡ് യൂണിയൻ സംഘടനകളും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും മറ്റെല്ലാ സന്നദ്ധ സാംസ്കാരിക എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത, ഇതിനോട് യോജിക്കാൻ കഴിയാത്ത ആരും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ആ നിലയിൽ മണ്ണാർക്കാടിന്റെ മനസ്സിനെ ഒന്നായി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വലിയ തിന്മയ്ക്കെതിരെ, നമ്മുടെ നാട് നേരിടുന്ന ഈ വലിയ സാമൂഹ്യ വിപത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുമെന്ന ഒരൊറ്റ മനസ്സോടുകൂടിയുള്ള പ്രഖ്യാപനമാണ് നഗരസഭയും മൂവും മറ്റെല്ലാ സംഘടനകളും ഇവിടെ നടത്താൻ പോകുന്നത്. കുടുംബമതിലിന് ശേഷം ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ സജീവമായ ജാഗ്രത തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ, മൂവ് ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ, ട്രഷറർ പഴേരി ഷെരീഫ് ഹാജി, രമേശ് പൂർണിമ, ഫിറോസ് ബാബു, കൃഷ്ണദാസ് കൃപ, പ്രശോഭ്, അബ്ദുൽ ഹാദി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മാലിന്യമുക്തം നവകേരളം മലപ്പുറം ജില്ലാതല പ്രഖ്യാപനം നടത്തി. കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും വലിയ തലവേദനയായി നിൽക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം പലപ്പോഴായി രൂപപ്പെട്ടു വരാറുണ്ട്. എല്ലാവർക്കും മാലിന്യം സംസ്കരിക്കണം എന്നുണ്ട്. എന്നാൽ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഭാഗത്ത് വേണ്ട എന്നതാണ് എല്ലാവരുടെയും നിലപാട്. സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ല മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണം. മാലിന്യം സംസ്കരിക്കണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇതിനുവേണ്ടി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ബോധവൽക്കരണത്തിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്നും പി ഉബൈദുള്ള MLA പറഞ്ഞു. ശുചിത്വ പദവി നിലനിർത്തുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും സുസ്ഥിര സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഊർജിതമായ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ജില്ലയിൽ തുടർന്നും നടപ്പാക്കും. ചടങ്ങിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത്, നഗരസഭ, ബ്ലോക്ക്, സ്ഥാപനം, CDS എന്നിവയെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസൻ ആറ്റുപുറം, തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, കലാ മാസ്റ്റർ P സൈതലവി, G വരുൺ, പ്രീതി മേനോൻ, ലതിക, സുരേഷ്, ബീന സണ്ണി, K ശ്രീധരൻ, PS വരുൺ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി സ്വാഗതവും PB ഷാജു നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുതായി 3 പേർ. സർപ്രൈസ് എൻട്രിയായി KS സലീഖ. മുൻ MLAയും കടമ്പഴിപ്പുറം സ്വദേശിയുമായ KS സലീഖ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായാണ്. പള്ളിക്കുന്ന് കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാവസ്ഥ. ആലിപ്പറമ്പിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ തുടർച്ചയായ പ്രതിഷേധവും സമരപരിപാടികളും സംഘടിപ്പിക്കാൻ ഞായറാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചു.
മാലിന്യമുക്തം നവകേരളം മലപ്പുറം ജില്ലാതല പ്രഖ്യാപനം നടത്തി. കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.